തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് നിൽക്കുന്നത്. മലയാള ഭാഷയ്ക്ക് അടിത്തറയിട്ട എഴുത്തച്ഛൻ്റെ സ്മരണാകേന്ദ്രം, മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രം. തുഞ്ചത്ത് എഴുത്തച്ഛൻ സ്മാരക കേന്ദ്രത്തെ ഈ നിലയിലേക്ക്, അതിൻ്റെ പ്രൗഢിയിലേക്കും പ്രതാപത്തിലേക്കും ഒക്കെ ഉയർത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത്, കയ്യൊപ്പ് ചാർത്തിയത് MD വാസുദേവൻ നായരാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് MD വന്നതിനു ശേഷം അദ്ദേഹത്തോടൊപ്പമുള്ള ടീമാണ് ഈ കേന്ദ്രത്തെ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള തനത് രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തതിൽ നിർണായക പങ്കാണ് MDയും MDയോടൊപ്പമുള്ള ഭരണസമിതി അംഗങ്ങളുമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മറ്റു ഇതര ഭാഷകളിൽ നിന്നുള്ള ആളുകൾ പോലും സാംസ്കാരിക രംഗത്ത്, എഴുത്തിൻ്റെ ലോകത്ത്, വായനയുടെ ലോകത്ത് വിരാജിക്കുന്ന ആളുകളൊക്കെയും ഇവിടേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ കേന്ദ്രത്തെയും തിരൂരിനെയുമൊക്കെ മാറ്റി എഴുതുന്നതിൽ കൂടി MDയുടെ പങ്ക് വളരെ കൃത്യമായി തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പങ്ക് ചെറുതല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ തുഞ്ചൻ സ്മാരക കേന്ദ്രത്തിൻ്റെ വിഷയത്തിൽ എടുത്തു പറയാനാവുക. ഈ ഗവേഷണ കേന്ദ്രം, തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രം എന്ന് പേരിട്ട് ഇവിടുത്തെ സമഗ്ര പദ്ധതിക്ക് പോലും തുറക്കമിട്ടത് MDയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ്. ആദ്യകാലങ്ങളിൽ വിനോദങ്ങളൊക്കെ ഉൾപ്പെടുത്തി നടത്തിയിരുന്ന തുഞ്ചൻ ഉത്സവത്തെ ഗൗരവമേറിയ സാംസ്കാരിക സാഹിത്യ സംവാദ വേദികളാക്കി മാറ്റുന്നതിൽ MDക്കും കൂട്ടർക്കും വലിയ പങ്കുണ്ട്. വലിയ ലൈബ്രറി, ഗവേഷണ കേന്ദ്രം, സാഹിത്യ മ്യൂസിയം, വിപുലീകരിച്ച ഓഡിറ്റോറിയം, പാചകപ്പുര, സരസ്വതി മണ്ഡപം, ശില്പമന്ദിരം, എഴുത്ത് കളരി, വിശ്രമ കേന്ദ്രം, താമസ സൗകര്യങ്ങൾ, അങ്ങനെ ഇന്നു കാണുന്ന നിലയിലേക്ക് തുഞ്ചൻ സ്മാരക കേന്ദ്രത്തെ മാറ്റിയെഴുതിയതിൽ, അതിനെ വികസിപ്പിച്ചതിൽ, അതിനെ വളർത്തിയതിൽ, അതിന് ഊടും പാവും ഒക്കെ നൽകിയതിൽ MDയുടെ പങ്ക് ചെറുതല്ല. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ MDയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഏത് മുക്കും മൂലകളിലും വലിയ ബന്ധം, അല്ലെങ്കിൽ ഓരോ മുക്കും മൂലകളുമായും വലിയ ഇഴയെടുപ്പമുണ്ട് MDക്ക്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും MDയുടെ സാന്നിധ്യം വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട്, അവർ അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാള ഭാഷയ്ക്ക് മാത്രമല്ല, ലോക ഭാഷകളിൽ ഇങ്ങനൊരു സ്മാരകമില്ല. ഭാഷാപിതാവിനും ഭാഷയ്ക്കും വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കാൻ 3.5 പതിറ്റാണ്ട് തൻ്റെ സകല പ്രതിഭയെ ഉപയോഗിച്ചു. തൻ്റെ പ്രശസ്തി മുഴുവൻ വിറ്റ് കാശാക്കി. തെരുവുതണ്ടിയെപ്പോലെ തന്നെ വേണമെങ്കിൽ തെണ്ടി തിരിഞ്ഞ് പണമുണ്ടാക്കി തുഞ്ചൻ പറമ്പിനെ സംരക്ഷിച്ചു. ഇനി അതാണ്, ആ തുഞ്ചൻ പറമ്പ് ഭാഷയും അനാഥമാക്കാതെ നോക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അതിലും ശ്രദ്ധിക്കണം. ആ ഭാഷാസ്മാരകം അനാഥമാക്കരുത്. അദ്ദേഹം സങ്കല്പിച്ചതുപോലെ ലോകോത്തര ഭാഷാ കേന്ദ്രമായിട്ട് അത് മാറ്റാൻ എല്ലാവരുടെയും ഒരു പിന്തുണ ഉണ്ടാവണം. അതാണ് നമുക്ക് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ. ഇവിടുത്തെ MDക്ക് വേണ്ടി പണി കഴിപ്പിച്ച കോട്ടേജാണ്, ഇവിടുത്തെ ലൈബ്രറിയോട് ചേർന്ന് ഈ കാണുന്ന കോട്ടേജ്. ഇത് MDക്ക് വേണ്ടി, MD ഇവിടെ എത്തുമ്പോഴെല്ലാം, തുഞ്ചൻ സ്മാരക ഗവേഷണ കേന്ദ്രത്തിൽ MD വരുമ്പോഴെല്ലാം അദ്ദേഹം താമസിക്കുന്നത് ഈ കാണുന്ന കോട്ടേജിലാണ്. കോട്ടയ്ക്കൽ സ്വദേശിയായ ഒരു വ്യവസായി MDയോടുള്ള സ്നേഹാദരവ് കാരണം സൗജന്യമായി അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകിയതാണ് ഈ കോട്ടേജ്. അതിൻ്റെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ തുഞ്ചൻ സ്മാരക കേന്ദ്രം പൂർണ്ണമായും കാണാം. നല്ല വിശാലാർത്ഥത്തിൽ കാണുകയും ചെയ്യാം. പലപ്പോഴും MD വന്നിട്ട് ഇവിടെ കസേരയിട്ടിരുന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതും, ഇവിടെ വരുന്ന ആളുകളെ കാണുന്നതും, ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എഴുത്തിൻ്റെ ലോകത്തേക്കുള്ള പുതിയ ചിന്തകളെ വികസിപ്പിക്കുന്നതുമൊക്കെ പലപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ടാണ്. MD ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ MD താമസിക്കുന്നത് ഈ കോട്ടേജിലാണ്. ഇവിടെ MD ഉണ്ടെന്നറിഞ്ഞാൽ, MD വാസുദേവൻ നായർ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന സഞ്ചാരികളുടെ, ഇത് കാണാനായി വരുന്ന ആളുകളുടെയൊക്കെ പ്രധാന കേന്ദ്രമായി ഈ കോട്ടേജ് മാറും. കാരണം ഈ കോട്ടേജ് കാണുക എന്നതിനപ്പുറത്തേക്ക്, ഇവിടുത്തെ മറ്റു ഇടങ്ങൾ കറങ്ങി നടന്ന് കാണുക എന്നതിനപ്പുറത്തേക്ക് MDയെ കാണുക, MDയോട് സംസാരിക്കുക. MD അങ്ങനെ അധികം സംസാരിക്കാറില്ലെങ്കിൽ പോലും അദ്ദേഹം ഒരു പുഞ്ചിരി നൽകിയാൽ, അദ്ദേഹം ഒന്ന് കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്താൽ, ഒരു ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് നൽകിയാൽ അത് മതി പലർക്കും. അപ്പോൾ MD ഉണ്ടെന്നറിഞ്ഞാൽ പലപ്പോഴും പല ആളുകളുടെയും ഒരു സന്ദർശന കേന്ദ്രം കൂടിയാണ് ഈ കാണുന്ന കോട്ടേജ്. അത് എഴുത്തുകാർ മാത്രമല്ല, സാധാരണക്കാർ മാത്രമല്ല, ജനപ്രതിനിധികളും സാഹിത്യകാരന്മാരും പൊതുപ്രവർത്തകരും, അങ്ങനെ പല തലങ്ങളിലുള്ള ആളുകളൊക്കെ തന്നെ MD ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഇവിടേക്ക് ഓടിയെത്തുന്നത് പതിവാണ്. ഈ കോട്ടേജിലേക്ക് എത്താത്ത ആളുകൾ വളരെ വിരളമാണ്. അങ്ങനെ ഒട്ടേറെ സാഹിത്യ സാംസ്കാരിക ചർച്ചകൾക്ക് ഈ കെട്ടിടത്തിൻ്റെ ചുമരുകൾ സാക്ഷിയാവുകയും ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. മുമ്പൊക്കെ MD ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റി നടന്ന് ഈ സ്മാരക കേന്ദ്രം, ഗവേഷണ കേന്ദ്രം പൂർണ്ണമായും കാണലായിരുന്നു MDയുടെ ആദ്യത്തെ പരിപാടി. അങ്ങനെ മുഴുവൻ ഇടങ്ങളും കണ്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം ഈ കോട്ടേജിലേക്കൊക്കെ എത്തുക. പക്ഷേ ഇടക്കാലത്ത് വെച്ച് ഈ കൂടുതൽ നടക്കുന്നതൊക്കെ MDക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരോഗ്യാവസ്ഥയ്ക്ക് അങ്ങനെ മോശമാവുകയും, അല്ലെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവുകയും ഒക്കെ ചെയ്തൊരു സമയമുണ്ട്. കൂടുതൽ നടക്കാതെ പിന്നൊരു വിശ്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഇരുന്നു കൊണ്ടൊക്കെ അദ്ദേഹം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകൽ തുടങ്ങിയൊരു സമയം, ആ സമയം വരെയും അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് ചുറ്റുപാടും നടന്ന് കാണുന്നൊരു സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വന്നു കഴിഞ്ഞാൽ ആ കോട്ടേജിലേക്ക് ഇരുത്തം മാറ്റിയതും അവിടെ തന്നെ അദ്ദേഹം
ഒതുങ്ങിക്കൂടിയിരുന്നതും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് യു അച്ചു എന്ന് പറയുന്ന കോട്ടയ്ക്കലിലെ വ്യവസായിയായ ഒരാൾ ഈ സൗജന്യമായി ഈ കോട്ടേജ് അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകിയതെന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ഈ തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുഞ്ചൻ സ്മാരക കേന്ദ്രത്തിൻ്റെ വളർച്ചയിലും അതിൻ്റെ ഉയർച്ചയിലും അതിൻ്റെ നേട്ടങ്ങളുടെ നെറുകയിലേക്ക് പോകുമ്പോഴുമൊക്കെ തന്നെ അതിൽ കൃത്യമായ പങ്ക് എം ഡിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടം കൊണ്ടത് അവസാനിപ്പിക്കാൻ എം ഡി തയ്യാറായിരുന്നില്ല. ഇനിയും ആഗോളതലത്തിൽ പോലും ഈ കേന്ദ്രത്തെ ഉയർത്തുന്നതിന് വലിയ പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വലിയ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് എം ഡി എന്ന് പറഞ്ഞാൽ തുഞ്ചൻ സ്മാരക കേന്ദ്രമാണ്, സ്മാരക കേന്ദ്രമെന്ന് പറഞ്ഞാൽ എം ഡി ആണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് മുമ്പോട്ട് വന്നതിന് ശേഷം. അപ്പോൾ എം ഡി ഇല്ലാത്ത തുഞ്ചൻ സ്മാരക കേന്ദ്രം, ഗവേഷണ കേന്ദ്രം അത് ഏത് നിലയിലായിരിക്കുമെന്നുള്ളത് സാഹിത്യലോകത്തുള്ളവർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഒന്നും തന്നെ ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒന്നാണ്. കാരണം ഈ സ്ഥാപനത്തിൻ്റെ നെടും തൂണായി മുന്നോട്ട് പോയിരുന്ന എം ഡി ഇല്ലാതാകുമ്പോൾ ഇതിന് ഒരു ബലക്ഷയം ഉണ്ടാകാൻ പാടില്ല എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയിലേക്കുള്ള എം ഡി ആഗ്രഹിച്ച തരത്തിലുള്ള ഉയർച്ചയിലേക്കുള്ള പടവുകൾ ഇനിയും താണ്ടി കയറാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ അർത്ഥത്തിൽ ചെയ്തു തീർക്കാനുള്ളതുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ മറ്റു പലരുടെയും പിന്തുണയും സഹായമൊക്കെ വേണമെന്നുള്ളതാണ് കേന്ദ്ര അധികൃതരൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ ആരുമില്ല. ഇവിടെ ഉള്ളവരെല്ലാം ഇത് അടച്ചുപൂട്ടി കോഴിക്കോട്ടേക്ക് പോയിരിക്കുകയാണ്. എം ഡിക്ക് ആദരവർപ്പിക്കുന്നതിനും അന്ത്യാഞ്ജലി നൽകുന്നതിനും യാത്രാമൊഴി ചൊല്ലുന്നതിനും വേണ്ടിയൊക്കെ എല്ലാവരും അവിടേക്ക് മടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിലൊരു അടയാളപ്പെടുത്തലായി തുഞ്ചൻ സ്മാരക കേന്ദ്രത്തെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ നെടും തൂണായി കാതലായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച എം ഡിയുടെ കുറവ് അത് ഈ കേന്ദ്രത്തിൽ ഇനിയുള്ള കാലം നിഴലിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എം ഡിക്ക് വേണ്ടി പണിഞ്ഞ കോട്ടേജും ഇനി എം ടി ആയി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എം ഡി എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ സാഹിത്യലോകത്ത് അടയാളപ്പെടുത്തിയ ആ മനുഷ്യൻ, ആ രണ്ടക്ഷരം മലയാളത്തനിമയുടെ ചുരുക്കപ്പേരായി കൂടി മാറിയ കാലം കൂടിയാണ്. ആ യുഗാന്ത്യത്തിന് കൂടിയാണ് എം ഡിയുടെ വിയോഗത്തോടു കൂടി യുഗാന്ത്യം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. തിരൂരിലെ തുഞ്ചൻ സ്മാരക കേന്ദ്രത്തിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സബിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.